CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അട്ടപ്പാടി മധുവധക്കേസിൽ 12 പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ചു. 7 വർഷത്തെ ശിക്ഷ ജീവപര്യന്തമാക്കി ഹൈക്കോടതി. 16-ാം പ്രതി മുനീറിന്റെ തടവ് ശിക്ഷ 1 വർഷമായി ഉയർത്തി. മധുവിന്റെ കുടുംബത്തിന് 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി. തച്ചനാട്ടുകര പഞ്ചായത്തിലെ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക അഴിമതി നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച് CPIM ലോക്കൽ കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് CPIM പ്രവർത്തകർ ഓഫീസിലെത്തി പരാതി സമർപ്പിച്ചത്. കുടിവെള്ള വിതരണം അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നും അഴിമതി പുറത്തു കൊണ്ടുവരണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു. വണ്ടൂർക്കാപ്പിൽ CPM പ്രവർത്തകനെ ബാർബർ ഷോപ്പിൽ വെച്ച് മർദ്ദിച്ചതായി പരാതി. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. സംഭവത്തിൽ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പാലക്കാട് ജില്ലാ കളക്ടറായി K. സുധീർ ചുമതലയേറ്റു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ടറായി സേവനം ചെയ്തു വരികയായിരുന്ന ഇദ്ദേഹം 2018 കേരള കേഡർ IAS ബാച്ച് ഉദ്യോഗസ്ഥനാണ്. അട്ടപ്പാടി മധുവധക്കേസിൽ 12 പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ചു. 7 വർഷത്തെ ശിക്ഷ ജീവപര്യന്തമാക്കി ഹൈക്കോടതി. 16-ാം പ്രതി മുനീറിന്റെ തടവ് ശിക്ഷ 1 വർഷമായി ഉയർത്തി. മധുവിന്റെ കുടുംബത്തിന് 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി. അട്ടപ്പാടി മധു കൊലക്കേസ് 1-ാം പ്രതി ഹുസൈന്റെ ശിക്ഷ ഹൈക്കോടതി റദ്ദാക്കി. മണ്ണാർക്കാട് പ്രത്യേക കോടതിയുടെ ശിക്ഷാവിധിക്കെതിരെ പ്രതികളും സംസ്ഥാന സർക്കാരും സമർപ്പിച്ച അപ്പീലുകളിലാണ് വിധി. 2 പ്രതികളെ വെറുതെ വിട്ട നടപടിയും ശരിവെച്ചു. 12 പ്രതികളുടെ അപ്പീൽ തള്ളി. 16 പേരിൽ 14 പേരെയാണ് വിചാരണ കോടതി ശിക്ഷിച്ചിരുന്നത്. ഇതിൽ 13 പേർക്ക് 7 വർഷം കഠിന തടവും ഒരാൾക്ക് 3 മാസം തടവുമായിരുന്നു ശിക്ഷ. ശിക്ഷിക്കപ്പെട്ടവർക്കും വെറുതെ വിട്ടവർക്കും ജീവപര്യന്തം തടവ് ശിക്ഷ നൽകണമെന്നായിരുന്നു സർക്കാരിന്റെ അപ്പീലിലെ ആവശ്യം. ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് 7 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട 13 പേർ ഹൈക്കോടതിയെ സമീപിച്ചത്. 2018 ഫെബ്രുവരി 22-നാണ് പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസി യുവാവായ മധുവിനെ മോഷണക്കുറ്റം ആരോപിച്ച് കൊലപ്പെടുത്തിയത്. ജസ്റ്റിസുമാരായ രാജാ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് അപ്പീലുകൾ പരിഗണിച്ചത്. പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ചത് നിയമപോരാട്ടത്തിന്റെ വിജയമെന്ന് കുടുംബത്തിന്റെ അഭിഭാഷകൻ പ്രതികരിച്ചു. CCN ചെറുപ്പുളശ്ശേരി. വണ്ടൂർക്കാപ്പിൽ CPM പ്രവർത്തകനെ ബാർബർ ഷോപ്പിൽ വെച്ച് മർദ്ദിച്ചതായി പരാതി. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. സംഭവത്തിൽ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 7:15 സംഭവം. മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് ആക്രമണം എന്നാണ് പരാതിയിൽ പറയുന്നത്. പ്രതികളായ രഖിൽ, രോഹിത്, അഭിരാം എന്നിവർ ചേർന്ന് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് തലയിൽ പരിക്കേൽപ്പിച്ചു എന്നും FIR-ൽ പറയുന്നു.
CCN പെരിന്തൽമണ്ണ. പാലക്കാട് ജില്ലാ കളക്ടറായി കെ സുധീർ ചുമതലയേറ്റു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ടറായി സേവനം ചെയ്തു വരികയായിരുന്ന ഇദ്ദേഹം 2018 കേരള കേഡർ IAS ബാച്ച് ഉദ്യോഗസ്ഥനാണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം നേടിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയാണ്. സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ ജോലി ചെയ്ത ഇദ്ദേഹം വ്യവസായ വകുപ്പിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് സർക്കാർ സേവനം ആരംഭിച്ചത്. വകുപ്പിൽ അഡീഷണൽ ഡയറക്ടറായി പ്രവർത്തിക്കുമ്പോഴാണ് IAS ലഭിക്കുന്നത്. എൻട്രൻസ് കമ്മീഷണർ, സിവിൽ സർവീസ് അക്കാദമി ഡയറക്ടർ, ഹാൻഡ്ലൂം ഡയറക്ടർ, ന്യൂനപക്ഷ വികസന ഡയറക്ടർ എന്നീ ചുമതലകളും വഹിച്ചു. 2023 മുതൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലാണ് പ്രവർത്തിച്ചിരുന്നത്. CCN പാലക്കാട്. 7 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ എടത്തനാട്ടുകര സ്വദേശിയെ നാട്ടുകൽ പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തു. വട്ടമണ്ണപ്പുറം വട്ടത്തൊടിക അസൈനാരാണ് പിടിയിലായത്. 2023 കേസിന് സംഭവം നടന്നത്. വീടിനു സമീപം കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പ്രതി കടമുറിയിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി. കുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ നാട്ടുകൽ SI സദാശിവനും സംഘവും ചേർന്ന് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. CCN ചത്തല്ലൂർ. മലപ്പുറം നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ കൌൺസിലർമാരുടെ രൂക്ഷ വിമർശനം. ആരോഗ്യ വിഭാഗത്തിലേക്ക് വാഹനം വാടകയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച അജണ്ട കൌൺസിലിൽ വന്നതോടെയാണ് തർക്കങ്ങൾക്ക് തുടക്കമായത്. വാഹനത്തിനായി കൊട്ടേഷൻ നൽകിയ കാര്യം മുൻകൂട്ടി കൌൺസിലിൽ ചർച്ച ചെയ്യാതെ തുക അനുവദിക്കുന്നത് മാത്രം അജണ്ടയായി കൊണ്ടുവന്നത് അംഗീകരിക്കാനാവില്ലെന്ന് കൌൺസിലർമാർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. ആദ്യ കൌൺസിൽ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ പോലും നടപ്പിലാക്കാൻ ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. കൌൺസിലർമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ട ഉദ്യോഗസ്ഥൻ യോഗത്തിന് എത്താതിരുന്നതും വലിയ പ്രതിഷേധത്തിന് കാരണമായി. ഇതോടെ കൌൺസിലിന്റെ പൊതുവികാരം മാനിച്ച് പ്രസ്തുത അജണ്ട മാറ്റിവെക്കാൻ തീരുമാനിച്ചു. പ്ലാസ്റ്റിക് വേസ്റ്റുകൾ നമ്മുടെ കോമ്പൗണ്ടിനകത്ത് വെച്ച് അതിവിടെ കളക്ഷൻ മാത്രം നടക്കുന്നത്. ഹരിതകർമ്മസേന പ്രോപ്പർ ആയിട്ട് സെഗ്രിഗേഷൻ നടത്തിട്ടില്ല. ഇവിടെ അത് കേട്ടി പോയിട്ടില്ല. ഞാൻ തന്നെ നേരിട്ടിട്ട് ക്ലീൻ കേരളവുമായി ബന്ധപ്പെട്ട് ഡ്രൈവർ വരെ ഞാൻ നേരിട്ട് വിളിക്കേണ്ട സാഹചര്യമാണ്. ക്ലീൻ കേരള മാനേജർ അല്ല, വണ്ടിയുടെ ലോഡ് എടുക്കാൻ വേണ്ടി വരുന്ന വണ്ടിയുടെ ഡ്രൈവറെ നിരന്തരം ഫോളോ അപ്പ് ചെയ്ത് 1-2 ദിവസം നിരന്തരം വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ കോമ്പൗണ്ട് ക്ലീൻ ആണ്. നിങ്ങൾക്ക് പോയൊക്കെ അറിയാം. ഇപ്പൊ ഇവിടുത്തെ വേസ്റ്റ് കംപ്ലീറ്റ് പോയി. ഇതോടെ ബാക്കിൽ ഡബ് ചെയ്തതാണ്. മഴക്കാല ശുചീകരണത്തിന്റെ മുമ്പായിട്ട് ഞാൻ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞാണ്, നമ്മളെല്ലാവർക്കും പോയി ഫൈനിടും. നമ്മുടെ ഓഫീസിന്റെ കോമ്പൗണ്ടിന്റെ ബാക്കിന്റെ അവസ്ഥ എന്താണ്? അവിടെ പാമ്പ്, എലി, ഈച്ച, അസുഖങ്ങൾ വരുന്ന ആരുടെ ഇടയിൽ ഭക്ഷണം കഴിക്കുന്നത്. ഇതൊക്കെ വേണ്ടേ? ആരൊക്കെ ചെയ്യേണ്ടത്? നഗരസഭ പരിധിയിലുള്ള ഈ സംഗതി ഈ ഓഫീസ് ഉദ്യോഗസ്ഥരോടാണ് നമ്മൾ നേരിട്ടിട്ട് ഇൻട്രസ്റ്റ് എടുത്ത് നമ്മൾ നേരിട്ടിട്ട് വണ്ടിയുടെ ഡ്രൈവർ പോലും വലിയ സാഹചര്യം. അതേസമയം മലപ്പുറം താലൂക്ക് ആശുപത്രിക്ക് വാഹനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട സപ്ലിമെന്ററി അജണ്ട കൌൺസിലർമാർക്ക് നേരത്തെ നൽകിയില്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷ കൌൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചു. ജനാധിപത്യ മര്യാദകൾ ലംഘിച്ചാണ് അജണ്ടകൾ കൊണ്ടുവരുന്നതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. CCN മലപ്പുറം. തച്ചനാട്ടുകര പഞ്ചായത്തിലെ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക അഴിമതി നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച് CPIM ലോക്കൽ കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് CPIM പ്രവർത്തകർ ഓഫീസിലെത്തി പരാതി സമർപ്പിച്ചത്. കുടിവെള്ള വിതരണം അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നും അഴിമതി പുറത്തു കൊണ്ടുവരണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു. പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കുന്നതിനായി 12 ലക്ഷം രൂപയാണ് നീക്കിവച്ചിരുന്നത്. എന്നാൽ വെറും 30 ദിവസം കൊണ്ട് ഈ തുകയ്ക്കുള്ള മുഴുവൻ വെള്ളവും വിതരണം ചെയ്തു എന്നാണ് കരാറുകാരൻ പഞ്ചായത്ത് സെക്രട്ടറിയെ അറിയിച്ചിരിക്കുന്നത്. ഒരു ലോഡ് വെള്ളത്തിന് 1700 രൂപയ്ക്കാണ് കരാർ നൽകിയിട്ടുള്ളത്. ഈ കണക്കുപ്രകാരം 30 ദിവസം കൊണ്ട് 705 ലോഡ് വെള്ളം വിതരണം ചെയ്യേണ്ടതുണ്ട്. ആകെ തുകയിൽ ചെത്തല്ലൂർ പ്രദേശത്തേക്ക് മാത്രമായി 6 ലക്ഷം രൂപ നീക്കിവച്ചിരുന്നതിനാൽ ആ വാർഡ് ഇതിൽ ഉൾപ്പെടുന്നില്ല. ബാക്കി വരുന്ന 13 വാർഡുകളിലാണ് 705 ലോഡ് വെള്ളം വിതരണം ചെയ്തതായി കരാറുകാരൻ അവകാശപ്പെടുന്നത്. എന്നാൽ ഇതിൽ ഇടതുപക്ഷം പ്രതിനിധീകരിക്കുന്ന 6, 7, 11 വാർഡുകളിൽ ആകെ ലഭിച്ചത് വെറും 29 ലോഡ് വെള്ളം മാത്രമാണെന്ന് കൃത്യമായ കണക്കുകൾ നിരത്തി CPIM പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു. ബാക്കി വരുന്ന 10 വാർഡുകളിലാണ് 676 ലോഡ് വെള്ളം വിതരണം ചെയ്തതായി രേഖകൾ. അപ്പോൾ വെള്ളം കിട്ടാത്ത ബുദ്ധിമുട്ട് വരുന്ന പ്രദേശങ്ങളാണ്. ചെത്തല്ലൂർ നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്ത് മാത്രമാണ് വെള്ളം അന്ന് കൊടുത്തത്. എന്താണ് പൈപ്പ് ലൈൻ പൊട്ടുണ്ട്. ഇപ്പൊ അവിടെ ഒരു പ്രയാസമില്ല. അപ്പൊ ചെത്തല്ലൂർ പ്രദേശത്തുള്ള ആൾക്കാരാണ് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് കാലങ്ങളായിട്ട് വെള്ളം സപ്ലൈ നടക്കുന്നുണ്ട്. അവിടെ വെള്ളം കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല.
അപ്പൊ ഇത്രയും പ്രദേശത്തിനൊക്കെ നവാസ് പറഞ്ഞതുപോലെ തന്നെ ഒരു മാസവും 4 ദിവസവും കൊണ്ട് 700-ലധികം ടാങ്ക് വെള്ളം അടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു പരാതിയായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ ഈ പരാതി അത് യഥാവിധി നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത ഈ വിതരണത്തിൽ വലിയ തോതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയാണ് ഈ പ്രവർത്തനങ്ങളുടെ കരാറുകാരൻ എന്നത് അഴിമതിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതായും CPIM ആരോപിച്ചു. ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ ചോദിക്കാതെ വെള്ളം ഇത് കിട്ടിയ ആളോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ വാർഡുകളിലൊക്കെ നിങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ ദിവസവും 2 ലോഡ് വെള്ളം നിങ്ങളുടെ വാർഡുകളിൽ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. വലിയൊരു തീവട്ടി കൊള്ളയാണ് നടന്നിട്ടുള്ളത്. ഇവർ പറയുന്ന ഈ 705 ലോഡ് വെള്ളം വിതരണം ചെയ്യണമെങ്കിൽ 3 വാഹനങ്ങളാണ് വെള്ളത്തിന് വേണ്ടി ഉപയോഗിച്ചത്. ഒരു വാഹനം 13 ലോഡ് ഒരു ദിവസം എടുത്താൽ മാത്രമേ 705 ലോഡ് വിതരണം ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. ഒരിക്കലും മനുഷ്യന് മനസ്സിലാകുന്ന ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റാത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഹനം രാവിലെ മുതൽ രാത്രി 1 മണി വരെ വെള്ളം വിതരണം ചെയ്താൽ മാക്സിമം ചെയ്യാൻ പറ്റുന്നത് 5 ലോഡ് വെള്ളം മാത്രമാണ് വിതരണം ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. കാരണം മുറിയൻകണ്ണിയിൽ നിന്ന് വെള്ളം എടുത്ത് ഒരു വീട്ടിൽ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കല്ല. 10-50 കുടുംബങ്ങൾക്ക് ചെറിയ ബക്കറ്റിലും കുടങ്ങളിലൊക്കെ ആയി ഒഴിച്ചു കൊടുത്ത് തിരിച്ചു വന്ന് വീണ്ടും പോയി ഈ വെള്ളം ശേഖരിക്കണം. ഇങ്ങനെ 5 ലോഡ് മാത്രമാണ് ഒരു ദിവസം ഇവിടെ കൊടുക്കാൻ വേണ്ടി കഴിയുക. പക്ഷെ ഇവരുടെ കണക്ക് വെച്ച് 13 ലോഡെങ്കിലും ഒരു ദിവസം കൊടുത്താലേ ഇവരുടെ കണക്ക് ടാലി ആവുള്ളൂ. അപ്പൊ തീർത്തും ഇത് വലിയൊരു അഴിമതിയാണ് ഇതിൽ നടന്നിട്ടുള്ളത്. CPIM ഏരിയ കമ്മിറ്റി അംഗം ചന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർമാരായ AK വിനോദ്, ശ്രീവിദ്യ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ K രാമചന്ദ്രൻ, CP ബാലസുബ്രഹ്മണ്യൻ, P രാധാകൃഷ്ണൻ, ഷഹീർ അലി, EM നവാസ്, ഹംസ എന്നിവർ പങ്കെടുത്തു. CCN ചത്തല്ലൂർ. കുട്ടികളിലെ ചിത്രരചനാ വൈഭവം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മംഗലാംകുന്ന് ജൂപ്പിറ്റർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വരക്കൂട്ടം 2026 ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. മംഗലാംകുന്ന് LP സ്കൂളിൽ രാവിലെ ആരംഭിച്ച മത്സരത്തിൽ 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. LP, UP, HS വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി പെൻസിൽ ഡ്രോയിങ്, കാർട്ടൂൺ, ജലച്ചായം എന്നീ മത്സര ഇനങ്ങളിലാണ് വരക്കൂട്ടം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ 1, 2, 3 സ്ഥാനം നേടിയ വിജയികൾക്ക് യഥാക്രമം 501, 301, 201 രൂപ നിരക്കിൽ ക്യാഷ് പ്രൈസും ട്രോഫിയും വിതരണം ചെയ്തു. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. മത്സരങ്ങൾക്കും മറ്റനുബന്ധ പരിപാടികൾക്കും ജൂപ്പിറ്റർ ക്ലബ് അംഗങ്ങളായ ജയകൃഷ്ണൻ, രാധാകൃഷ്ണൻ, വിജയൻ, ജയകുമാർ, അഭിലാഷ്, മനോജ്, മണികണ്ഠൻ, അജിത്, പ്രവീൺ, രാഹുൽ, അനുരൂപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CCN കടമ്പഴിപ്പുറം. മലപ്പുറം താലൂക്ക് ആശുപത്രിക്ക് കീഴിലുള്ള പാലിയേറ്റീവ് പരിചരണ വിഭാഗത്തിലെ കുടുംബാംഗങ്ങളുടെ മക്കൾക്കായി നഗരസഭ ഒരുക്കിയ പഠനോപകരണങ്ങളുടെ വിതരണം നടന്നു. പുതിയ അധ്യയന വർഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിൻഷ നിർവഹിച്ചു. ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയ ഇതിന്റെ സംഘാടകരെ മുക്തകണ്ഠ അഭിനന്ദിക്കുകയാണ്. ഇതിനു വേണ്ടി നമുക്ക് ആവശ്യഘട്ടങ്ങളാണ് ഈ ഒരു സാഹചര്യം അറിയാമല്ലോ. അപ്പോൾ ഒരു ആവശ്യഘട്ടങ്ങളിൽ നമ്മൾ അറിഞ്ഞ് പെരുമാറുക എന്നതാണ്. സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണ്. വിവിധതരം ആവശ്യങ്ങളായിട്ട് കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത്തരത്തിലൊരു സഹായവുമായി നിങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങൾ ഇതുപോലെയുള്ള പാലിയേറ്റീവ് സഹോദരിമാർ അവർ നിസ്വാർത്ഥമായി അവരുടെ സേവനം കൊണ്ട് നിങ്ങളെ അവരെന്നും ചേർത്ത് പിടിച്ചിട്ടുള്ളൂ. നിങ്ങളെപ്പോലുള്ള ആളുകളെ എന്നും ഞങ്ങളുടെ ഹൃദയത്തോടൊപ്പമുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച 100ഓളം വരുന്ന വിദ്യാർത്ഥികൾക്കാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകിയത്. കുട, നോട്ട്ബുക്കുകൾ, ഇൻസ്ട്രുമെന്റ് ബോക്സ്, നെയിം സ്ലിപ്പ്, പാക്കിംഗ് കവർ, പേന, പെൻസിൽ എന്നിവയടങ്ങുന്ന കിറ്റുകളാണ് കുട്ടികൾക്കായി വിതരണം ചെയ്തത്. ചടങ്ങിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പ്രതിപക്ഷ നേതാവ്, കൗൺസിൽ അംഗങ്ങൾ, ആശാപ്രവർത്തകർ, പാലിയേറ്റീവ് നഴ്സ് ഷെറിൻ ജാഫർ, റുക്കിയ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. CCN മലപ്പുറം. കേരള അംഗീകൃത സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീന് നൽകിയ സ്വീകരണവും വിജയോത്സവം അവാർഡ് ദാന ചടങ്ങും മലപ്പുറത്ത് നടന്നു. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും അവാർഡ് വിതരണവും മന്ത്രി N ഷംസുദ്ദീൻ നിർവഹിച്ചു. ഇന്ന് ഇവിടെ നിരവധി ചടങ്ങുകളായതുകൊണ്ടാണ് ഇങ്ങനെ ചില കാലതാമസവും വിവിധ നേതാക്കന്മാർ വിവിധ സമയത്ത് വരലൊക്കെ സംഭവിച്ചു പോയത്. അതിലൊക്കെ നിങ്ങൾക്കുണ്ടായ പ്രയാസത്തിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. ഇനിയിവിടെ ഈ വൈകിയ വേളയിൽ ദീർഘമായൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ മേഖലകളിലൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റമാണ്. സമ്പൂർണ്ണ A+കാർ, 100% വിജയം നേടുന്ന സ്കൂളുകൾ, ഇതെല്ലാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ മേഖലയിൽ കൂടിക്കൂടി വരികയാണ്.
മലപ്പുറം ജില്ല പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ വളരെ ആസൂത്രിതമായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. വെറുതെ ഉണ്ടായതാണ്. ഇവരുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കുന്നത് ഒരു കാലത്ത് വിജയഭേരി എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് നടത്തിയ പരിശ്രമങ്ങൾ ഇപ്പൊ സമീപകാലത്തൊക്കെ, അതിനു മുമ്പ് നമുക്കറിയാം, സ്കൂളുകൾ സ്ഥാപിക്കുന്നതിൽ അത് പ്രവർത്തിപ്പിക്കുന്നതിൽ ഒക്കെ സംഘടനകളും. കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിദ്യാർത്ഥികളെയും വിജയിപ്പിച്ച ജില്ലയിലെ 104 അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളെയും പ്രസ്തുത സ്കൂളുകളിൽ നിന്ന് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ പ്രതിഭകളെയുമാണ് ചടങ്ങിൽ ആദരിച്ചത്. എല്ലാ വിഷയത്തിലും A+ കരസ്ഥമാക്കിയ 1000-ഓളം വിദ്യാർത്ഥികൾ തങ്ങളുടെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ ചടങ്ങിൽ സംബന്ധിച്ചു. ചടങ്ങിൽ ET മുഹമ്മദ് ബഷീർ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. അസോസിയേഷൻ ഭാരവാഹികളായ മജീദ്, യൂസഫ്, അഷറഫ്, മനോമോഹനൻ തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. CCN മലപ്പുറം. ഒറ്റപ്പാലം മീറ്റ്നയിൽ വീട്ടിനുള്ളിൽ ഗൃഹനാഥനെ മരിച്ച നിലയിലും കുടുംബാംഗങ്ങളായ 2 പേരെ അവശ നിലയിലും കണ്ടെത്തി. കൂട്ടാത്മഹത്യാ ശ്രമമെന്നാണ് പ്രാഥമിക നിഗമനം. മീറ്റ്നയിൽ താമസിക്കുന്ന തൃശൂർ കുറ്റൂർ വീട്ടിൽ രാമകൃഷ്ണനാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. അവശ നിലയിലായിരുന്ന ഭാര്യ വസന്ത 57 വയസ്സ്, മകൻ അഭിജിത്ത് 33 വയസ്സ് എന്നിവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മൂവരും വിഷം ഉള്ളിൽ ചെന്ന നിലയിലാണ്. രാമകൃഷ്ണന്റെ മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മകന് മാനസിക വെല്ലുവിളികൾ ഉണ്ടായിരുന്നെന്നും ഇതിന്റെ മനോവിഷമമാകാം കൂട്ട ആത്മഹത്യാ ശ്രമത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് പറഞ്ഞു. രാത്രി 7:30 ാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. CCN ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അട്ടപ്പാടി മധുവധക്കേസിൽ 12 പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ചു. 7 വർഷത്തെ ശിക്ഷ ജീവപര്യന്തമാക്കി ഹൈക്കോടതി. 16-ാം പ്രതി മുനീറിന്റെ തടവ് ശിക്ഷ 1 വർഷമായി ഉയർത്തി. മധുവിന്റെ കുടുംബത്തിന് 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി. തച്ചനാട്ടുകര പഞ്ചായത്തിലെ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക അഴിമതി നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച് CPIM ലോക്കൽ കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് CPIM പ്രവർത്തകർ ഓഫീസിലെത്തി പരാതി സമർപ്പിച്ചത്. കുടിവെള്ള വിതരണം അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നും അഴിമതി പുറത്തു കൊണ്ടുവരണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു. വണ്ടൂർക്കാപ്പിൽ CPM പ്രവർത്തകനെ ബാർബർ ഷോപ്പിൽ വെച്ച് മർദ്ദിച്ചതായി പരാതി. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. സംഭവത്തിൽ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പാലക്കാട് ജില്ലാ കളക്ടറായി K. സുധീർ ചുമതലയേറ്റു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ടറായി സേവനം ചെയ്തു വരികയായിരുന്ന ഇദ്ദേഹം 2018 കേരള കേഡർ IAS ബാച്ച് ഉദ്യോഗസ്ഥനാണ്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.